Hello everyone, welcome once again to my channel Incredible English. ഇന്ന് ഒരു വൊക്കാബുലറി സെഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വൊക്കാബുലറിയുടെ 2 പാർട്സ് കണ്ടതാണ്. അതിലൂടെ നമ്മളൊരു 100+ വൊക്കാബുലറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഡേ ടു ഡേ ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് വേർഡ്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള പാർട്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ ഇന്നത്തേത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വേർഡ്സ്, നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം മലയാളം മീനിങ്, ഇംഗ്ലീഷ് മീനിങ് ആസ് വെൽ ആസ് അത് വെച്ചിട്ടൊരു സെൻറ്റൻസ്, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് സംഹൗ. സംഹൗവിന് മീനിങ് ഒരു വിധത്തിൽ. നമ്മൾ പറയുമല്ലോ, ഒരു വിധത്തിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഒരു വിധത്തിൽ ഞാൻ ഒരു ജോലി കണ്ടുപിടിച്ചു. എങ്ങനെ പറയും? സംഹൗ ഐ മാനേജ് ടു ഫൈൻഡ് എ ജോബ്. സംഹൗ ഒരു വിധത്തിൽ. അതിന് വേറൊരു മീനിങ് പറഞ്ഞാൽ ഇൻ സം വേ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഐ മാനേജ് ടു ഫൈൻഡ് എ ജോബ്. സം വേ എന്നുള്ളതിന് സംഹൗ, സംഹൗ എന്നുള്ള സിംഗിൾ വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, ഒരു വിധത്തിൽ. അടുത്തത് സൂൺ ആഫ്റ്റർ, താമസിയാതെ, ഉടനെ തന്നെ. അപ്പൊ നോക്കിക്കേ, ഷി സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ സൂൺ ആഫ്റ്റർ ടേക്കിംഗ് ദ മെഡിസിൻ. അവക്ക് മെഡിസിൻ കഴിച്ച ഉടനെ തന്നെ ബെറ്റർ ആവാൻ തുടങ്ങി. താമസിയാതെ, ഉടനെ തന്നെ. നെക്സ്റ്റ്, വല്ലപ്പോഴും ഒരിക്കൽ അവള് വരാറുണ്ട്, ഞങ്ങളെ വിസിറ്റ് ചെയ്യാറുണ്ട്, വല്ലപ്പോഴും. വൺസ് ഇൻ എ വൈൽ ഷി വിസിറ്റ്സ് അസ്. വൺസ് ഇൻ എ വൈൽ വി നീഡ് എ ബ്രേക്ക് ഫ്രം ദ ഡെയിലി റൂട്ടീൻ. ഡെയിലി റൂട്ടീൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ ദിവസവും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വല്ലപ്പോഴുമെങ്കിലും അതിൽ നിന്നൊരു മാറ്റം വേണം. വൺസ് ഇൻ എ വൈൽ, നോട്ട് ഓഫൺ. ഓഫൺ എന്നുള്ള വേർഡ് നമ്മൾ ഇനി കാണും. നോട്ട് ഓഫൺ എന്നാണ് അതിന്റെ അർത്ഥം, വല്ലപ്പോഴും. വൺസ് അഗെയിൻ, ക്യാൻ യു സിംഗ് ദാറ്റ് സോങ് വൺസ് അഗെയിൻ? വൺ മോർ ടൈം, ഒന്നുകൂടി പാടാമോ? ഒരിക്കൽ കൂടി, ഒന്നുകൂടി. വൺസ് അഗെയിൻ, വൺ മോർ ടൈം. ഓക്കെ, നമ്മൾ പറയില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീ പ്രവർത്തിക്കൂ. അതിനനുസരിച്ച് നോക്കിക്കേ, അക്കോർഡിംഗ്ലി അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു. ഐഡന്റിഫൈ ദി ഇഷ്യൂ ആൻഡ് സോൾവ് ഇറ്റ് അക്കോർഡിംഗ്ലി. ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ, പരിഹരിക്കാൻ ശ്രമിക്കൂ. അടുത്തത് ഓഫൺ. കണ്ട, മുമ്പേ നമ്മൾ പറഞ്ഞു, ഓഫൺ എന്ന് പറയുന്നത് പലപ്പോഴും എന്നാണ്. വൺസ് ഇൻ എ വൈൽ പറഞ്ഞപ്പോൾ നോട്ട് ഓഫൺ നമ്മൾ പറഞ്ഞു, വല്ലപ്പോഴുമാണ്. ഇത് പലപ്പോഴും. ഇനി വേറെ വേർഡ് മീനിങ്സ് വരുന്നത് ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ മെനി ടൈംസ്. സോറി ഫോർ ദാറ്റ്, മെനി കഴിഞ്ഞിട്ട് MA കഴിഞ്ഞൊരു ഹൈഫൻ വേണമായിരുന്നു, അത് ഇടാൻ വിട്ടുപോയി, സോറി ഫോർ ദാറ്റ്. അപ്പം മെനി ടൈംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓഫൺ എന്ന് പറഞ്ഞാൽ മെനി ടൈംസ്, പലപ്പോഴും. ഹി ഓഫൺ ഗോസ് ഫോർ ലോങ് വാക്സ്. പലപ്പോഴും അവൻ നീണ്ട നടത്തത്തിന് പോവാറുണ്ട് എന്നാണ്, ലോങ് വാക്സ്. വൺ ആൻഡ് ദ സെയിം, രണ്ടും ഒന്ന് തന്നെ, ഒരാൾ തന്നെ, ഒന്ന് തന്നെ. വൺ ആൻഡ് ദ സെയിം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലെ. വൺ ആൻഡ് ദ സെയിം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ, ഒരാൾ തന്നെ. നോക്കിക്ക്, ദ ഓതർ ഓഫ് ദ ബുക്ക് ആൻഡ് ദ പബ്ലിഷർ ആർ വൺ ആൻഡ് ദ സെയിം. ബുക്ക് എഴുതിയ ആളും പബ്ലിഷ് ചെയ്ത ആളും ഒരാൾ തന്നെയാണ്, ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒന്ന് തന്നെ. അടുത്തത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ ആട്ടോ ഇവിടെയും. സെയിം ഹിയർ, സെയിം ഹിയർ. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതായിരുന്നു ഇവിടെ, അപ്പൊ നമ്മൾ വിളിക്കുന്ന ആളും പറയണു അവിടെയും അത് തന്നെ. അപ്പൊ അവരെന്ത് പറയും? അവിടെ അത് തന്നെയാണെങ്കിൽ അവരെന്ത് പറയും? സെയിം ഹിയർ. ഇതൊരു ചെറിയൊരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപോലെയുള്ള ഏത് കാര്യത്തിനും നമുക്ക് സെയിം ഹിയർ നമുക്ക് പറയാം. അടുത്തത്, ഒരുപക്ഷെ അവളായിരിക്കും ശരി, ഒരുപക്ഷെ അവൾ പറഞ്ഞതായിരിക്കും ശരി, ഒരു പക്ഷേ, പെർഹാപ്സ്. പെർഹാപ്സ് ഷി വാസ് റൈറ്റ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു. എപ്പോഴും നമ്മൾ സ്പീച്ചൊക്കെ ബിഗിൻ ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യം തന്നെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായി എനിക്ക് എല്ലാവരോടും നന്ദി പറയണം. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു, നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ ആദ്യം തന്നെ. ഓക്കെ, ആഫ്റ്റർ ഓൾ, എബവ് ഓൾ. വി ഷുഡ് ഹെൽപ്പ് ഹിം. ആഫ്റ്റർ ഓൾ, ഹി ഈസ് പാർട്ട് ഓഫ് അവർ ടീം. എന്തൊക്കെ തന്നെ ആയാലും, എന്ത് കാരണങ്ങളാണെങ്കിലും നമ്മൾ അവനെ ഹെൽപ്പ് ചെയ്യണം. ആഫ്റ്റർ ഓൾ, അവൻ നമ്മുടെ ടീമിന്റെ ഭാഗമാണ്. ആഫ്റ്റർ ഓൾ,
എബവ് ഓൾ. അതിന്റെ മീനിങ് മലയാളം എഴുതാൻ വിട്ടുപോയി. ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ എബവ് ഓൾ, എല്ലാത്തിനും ഉപരി എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാത്തിനും ഉപരി. അടുത്തത് ഓവറോൾ. യെസ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓവറോൾ ദ പെർഫോമൻസ് വാസ് ഓക്കെ, ഗുഡ്. ഓവറോൾ പെർഫോമൻസ് വാസ് ഗുഡ് എന്ന് വെച്ചാൽ എല്ലാ കാരണങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആകമാനം നല്ലതായിരുന്നു. മൊത്തത്തിൽ അല്ലെങ്കിൽ ആകമാനം, അതാണ് ഓവറോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേക്കിംഗ് എവ്രിതിങ് ഇൻ ടു അക്കൗണ്ട്, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പറയാം അത് നല്ലതായിരുന്നു. ഓവറോൾ, മൊത്തത്തിൽ, ആകമാനം. നെക്സ്റ്റ്, യെറ്റ്. ഹാവൻറ്റ് യു ഫിനിഷ് യുവർ വർക്ക് യെറ്റ്? ഇതുവരെ ആയും, ഇനിയും. ഇതുവരെയും വർക്ക് ഫിനിഷ് ആയില്ലേ? ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയില്ലേ? ഇതുവരെയായിട്ടും ഫിനിഷ് ആയില്ലേ? ഇനിയും കംപ്ലീറ്റ് ആയില്ലേ? ഇനിയും, ഇതുവരെയും. ബൈ നൗ ഓർ ബൈ ദെൻ, അത് പറയുന്ന ഒരു സമയമുണ്ട്. അതാണ് ബൈ നൗ അല്ലെങ്കിൽ ബൈ ദെൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും കംപ്ലീറ്റ് ആയില്ലേ? ഇതുവരെയും കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. നെക്സ്റ്റ്, ബിഫോർ ഹാൻഡ്. ഇൻ അഡ്വാൻസ്. ഇൻ അഡ്വാൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാണ്. ബർത്ത്ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി തന്നെ നമ്മൾ വിഷ് ചെയ്യണം ഒരാളെ, അല്ലെ? നാളെ ബർത്ത്ഡേ ആണ്, നാളെ അവരെ കാണില്ല, നമ്മൾ നേരത്തെ തന്നെ വിഷ് ചെയ്യും. എങ്ങനെ പറയും? ഇൻ അഡ്വാൻസ് എന്ന് പറയും, മുൻകൂട്ടി. അതിന് വേറൊരു വേർഡാണ് ബിഫോർ ഹാൻഡ്. ഇൻഫോം മീ ബിഫോർ ഹാൻഡ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യണേ. വരില്ല എന്ന് നേരത്തെ ഇൻഫോം ചെയ്യണേ. ഇൻഫോം മീ ബിഫോർ ഹാൻഡ്, നേരത്തെ, മുൻകൂട്ടി. അടുത്തത് ബൈ ദ ടൈം. സോറി, അതിനെ എഴുതിയിട്ടില്ല. ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കോളൂ. മീനിങ് ഇതാണ്, ഇംഗ്ലീഷ് മീനിങ് വരുന്നതാണ് അറ്റ് ദ മൊമെന്റ് ഓർ ബിഫോർ ദ മൊമെന്റ് സം ഇവന്റ് ഹാപ്പൻസ്. ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ സംഭവിക്കുന്നതിന് മുൻപ്. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ ആ സ്റ്റേഷനിൽ എത്തുന്ന സമയം അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. ഹാഡ് ലെഫ്റ്റ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പാസ്റ്റ് ടെൻസും യൂസ് ചെയ്തു. ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പം ഇത് എന്തുകൊണ്ട് ഇവിടെ ഹാഡ് ലെഫ്റ്റും ഇവിടെ സിമ്പിൾ പാസ്റ്റും വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അടുത്തത് അറ്റ് ദ സെയിം ടൈം. അറ്റ് ദ സെയിം ടൈമിന് വേറൊരു മീനിങ് പറയുന്നത് സൈമൾട്ടേണിയസ്ലി, ഒരേ സമയം. രണ്ടും സംഭവിക്കുന്നത് ഒരേ സമയത്താണ് എന്നാണ് അതിന്റെ അർത്ഥം. ഐ വോണ്ടഡ് ടു ട്രൈ ദ ന്യൂ റൈഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് ലിറ്റിൽ സ്കേർഡ്. എനിക്ക് പുതിയ റൈഡ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. വോണ്ടഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം, അതേസമയം എനിക്ക് ഭയവും ഉണ്ടായിരുന്നു. ഇത്തിരി ഭയം ഉണ്ടായിരുന്നു. ഐ വാസ് ലിറ്റിൽ സ്കേർഡ്, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത്, അതേ സമയത്ത് എന്നാണ്. അതേ സമയം, അറ്റ് ദ സെയിം ടൈം, അല്ലെങ്കിൽ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡാണ് അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ സൈമൾട്ടേണിയസ്ലി. അടുത്തത് ഇത് മിക്കവാറും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് പ്രോബബ്ലി. പ്രോബബ്ലി എന്ന് പറഞ്ഞാല് മിക്കവാറും. ഇപ്പോഴും ഞാൻ പറഞ്ഞു മിക്കവാറും. ഓൾമോസ്റ്റ് സെർട്ടൻലി. സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീർച്ച എന്നാണ്. ഷുവർ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് സെർട്ടൻലി എന്ന് പറഞ്ഞാൽ മിക്കവാറും. കംപ്ലീറ്റ്ലി 100% അല്ല. ഷുവർ നമുക്ക് 100% ഷുവർ അല്ല അവിടെ. ഓൾമോസ്റ്റ് സെർട്ടൻലി എന്ന് പറയുന്നത്. സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ ഷുവർ 100%. ഓൾമോസ്റ്റ് സെർട്ടൻലി എന്ന് പറഞ്ഞാൽ ഒരു 85-90% വരെ. മിക്കവാറും, അതായത് പോസിറ്റീവ് മീനിങ് ആണ് അതിന്. ഇറ്റ് വാസ് പ്രോബബ്ലി ദ ബെസ്റ്റ് പെർഫോമൻസ്. അതായിരിക്കും മിക്കവാറും ഉള്ളൊരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പ്രോബബ്ലി ഷി മൈറ്റ് ബി വെയിറ്റിംഗ് ഫോർ അസ്. മിക്കവാറും അവൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. മിക്കവാറും എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല. ഒരു 75-80% ചാൻസ് ഉള്ള കാര്യമാണ് മിക്കവാറും. അടുത്തത് ഡെലിബറേറ്റ്ലി. യെസ്, മനഃപൂർവ്വം നീ അത് ചെയ്തതാണ്. നീ എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്തതാണ്. അവൻ എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്തു. ഹി ഡെലിബറേറ്റ്ലി ഇൻസൾട്ടഡ് മീ ഓർ ഹി ഇൻസൾട്ടഡ് മീ ഡെലിബറേറ്റ്ലി. അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഡെലിബറേറ്റ്ലി, ഓൺ പർപ്പസ്, മനഃപൂർവ്വം. റെയർലി. യെസ്, റെയർലി. നോട്ട് ഓഫൺ. കണ്ട, അതും ഓഫണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. നോട്ട് ഓഫൺ, വിരളമാണ്, വിരളമായി. ഷീ ഈസ് റെയർലി സീൻ ഇൻ പബ്ലിക്. അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനൊന്നും ഈവൻസിനൊന്നും അവളെ അങ്ങനെ കാണാറില്ല. വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ. വിരളമായിട്ടേ കാണാറുള്ളൂ. റെയർലി. അൺനോയിങ്ലി, അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇറ്റ് ഹാപ്പൻഡ് അൺനോയിങ്ലി.
അറിയാതെ സംഭവിച്ചു പോയതാണ്. അൺനോയിങ്ലി, അറിയാതെ. നിയർലി, ഓൾമോസ്റ്റ്, യെസ്, ഏകദേശം. ഓൾമോസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഏകദേശം, ഏതാണ്ട്, അങ്ങനെ നമ്മൾ പറയും. ഏകദേശം ഒരാഴ്ച എടുത്തു, ഏതാണ്ട് ഒരാഴ്ച സമയം എടുത്തു. അപ്പൊ ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോൾ നിയർലി എന്നൊരു വേർഡ് കൂടെ ഉണ്ട്. ഷി കോണ്ടാക്റ്റഡ് മീ നിയർലി എ വീക്ക് ലേറ്റർ. ഒരാഴ്ചക്ക് ശേഷം, ഏകദേശം ഒരാഴ്ചക്ക് ശേഷമാണ് അവൾ എന്നെ കോണ്ടാക്ട് ചെയ്തത്. കഴിഞ്ഞതാണ്, കോണ്ടാക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർലി, സിമിലർലി എന്ന് പറഞ്ഞാൽ സമാനമായി, ഒരേപോലെയുള്ള. സിമിലർലി സൈസ്ഡ് കാർസ്, ഒരേപോലെയുള്ള കാറുകൾ, ഒരേ സൈസിലുള്ള കാറുകൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിമിലർലി നമുക്ക് യൂസ് ചെയ്യാം. സമാനമായി, ഇതുപോലെ തന്നെ സമാനമായിട്ട് പറയുവാണെങ്കിൽ സിമിലർലി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. എലൈക്ക്, അതും ഏകദേശം ഇതിനോടടുത്ത് നിൽക്കുന്ന ഒരു വേർഡാണ്. ഒരുപോലെ. They both are dressed alike. അവർ രണ്ടുപേരും ഒരുപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നു. Dressed alike, ഒരേപോലെ ഡ്രസ് ചെയ്തിരിക്കുന്നു. ഒരുപോലെ, alike. ഓക്കെ, അടുത്ത ഒരു ലൈക്ക് വരുന്നു. Likewise, അതുപോലെ. I feel he also think likewise. എനിക്ക് തോന്നുന്നു അവനും എന്നെ പോലെ തന്നെ ചിന്തിക്കും. Think likewise, ഒരുപോലെ ചിന്തിക്കുക, അതുപോലെ തന്നെ ചിന്തിക്കുക. ഒരേപോലെ എന്നുള്ള മീനിങ് ആണ് ഇതെല്ലാം വരുന്നത്. ലൈക്ക്വൈസും സിമിലർലിയും എല്ലാം വരുന്നത് ഒരുപോലെ തന്നെയാണ്. ലൈക്ക് ഒക്കെ ഒരേ എന്ന ലൈക്ക് ഉണ്ട് എല്ലാത്തിലും. ഇപ്പം ഒരേപോലെ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. റൈറ്റ് നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ. ഷാൽ വി ഗോ റൈറ്റ് നൗ? നമുക്ക് ഇപ്പോൾ തന്നെ പോയാലോ? റൈറ്റ് നൗ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച വൊക്കാബുലറി. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പുള്ള 2 ഭാഗങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതും യൂസ്ഫുൾ ആയെങ്കിൽ please like, subscribe and share with your friends and relatives. അപ്പോൾ thank you. See you all soon. Bye.